ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ മണലൂരിൽ പോസ്റ്റർ പ്രചാരണം തുടങ്ങി. CPIM പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പേരിലാണ് പോസ്റ്റർ. UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച TN പ്രതാപനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആനന്ദ്, നാട്ടികയിൽ വിവാദമാണ് അടുത്ത മണിക്കൂറുകളിൽ പോലും തൃശ്ശൂരിൽ ചർച്ചയായതെങ്കിൽ അതിലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. CPM-ന്റെ സംഘടനാ രീതികൾക്കും LDF-ന്റെ സംഘടനാ ചട്ടക്കൂടുകൾക്കും പുറത്ത് നിന്നും ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതിന് മുൻപ് തന്നെ മണലൂരിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. TN പ്രതാപൻ ആണ് കോൺഗ്രസിന്റെ AICC സെക്രട്ടറി ആയിട്ടുള്ള TN പ്രതാപനാണ് UDF സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം മണലൂരിൽ ഉറപ്പായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം പ്രാഥമിക ഘട്ട നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് CPM സ്ഥാനാർത്ഥിയായി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ നിശ്ചയിച്ചതും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതും. ഇപ്പോൾ LDF-ന്റെ പേരിൽ തന്നെ മണലൂർ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. അനൌദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഇതോടൊപ്പം തന്നെ തുടങ്ങിയാണ്. മണലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കുക എന്നുള്ള LDF-ന്റെ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം അത് CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ പ്രവർത്തകർ അത് ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളും മറ്റും നമുക്ക് കാണാനാകും. ഏതായാലും മണലൂരിൽ ഒരു തീവാറും പോരാട്ടമായിരിക്കും നടക്കാനിരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CPM-ന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള മുരളി പെരുന്നള്ളിയെ മാറ്റിക്കൊണ്ടായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള സി രവീന്ദ്രനാഥിനെ പുതിയ സ്ഥാനാർത്ഥിയായി CPM നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, അടുത്ത കാലത്തായി